കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി കെ രാജൻ. വാടാനപ്പള്ളിയിൽ നടന്ന പട്ടയമേളയിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ആരോഗ്യം പന്താടുന്ന പഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായുള്ള പട്ടയമേള വാടാനപ്പള്ളി EMS ഹാളിൽ നടത്തി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി പറഞ്ഞു. 5 ലക്ഷം പട്ടയങ്ങൾ അധികാരം ഒഴിയുന്നതിന് മുമ്പ് അർഹരായ കൈകളിൽ എത്തിക്കുവാൻ കഴിയും എന്ന ഉറപ്പോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആ ചട്ടവും നിയമവും അതിന്റെ വഴികളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കില്ല. പറഞ്ഞു തുടങ്ങിയാൽ എത്രയാണ്? മൊറാടയിലെ ഭൂമി, കാന്തലോട്ടിലെ ഭൂമി, ജാനകി വയലിലെ ഭൂമി, നൊച്ചാടിലെ ഭൂമി, ഇവിടെ മഞ്ചേരിയിലെ സത്രം ഭൂമി, ഇങ്ങനെ തുടങ്ങി തെക്കൂട്ട് സഞ്ചരിച്ചാൽ കടലോരത്ത് താമസിക്കുന്നവരുടെ CR സെന്റിൽ പട്ടത് മാറ്റിവെച്ചു കൊടുക്കുന്ന ഭൂമി ഉൾപ്പെടെ 4,09,955 പേർ ഇന്ന് ഭൂമിയുടെ അവകാശികളായി മാറി എന്ന് മാത്രമല്ല, ആ കൊടുക്കുന്ന പട്ടയങ്ങളുടെ എണ്ണം ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 5 ലക്ഷമാക്കി മാറ്റാനുള്ള ശ്രമകരമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഈ ഗവൺമെന്റ്. ആ 5 ലക്ഷം പട്ടയങ്ങളും ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് അർഹരായ മനുഷ്യരുടെ കയ്യിലെത്തിക്കും എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഭൂമി കൈമാറുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മിനിമമായി സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിക്കും ഡിജി ലോക്കറും ഡിജിറ്റൽ കാർഡുമായി കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ അതിവേഗം മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നാം പോകുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മണലൂർ നിയോജക മണ്ഡലത്തിൽ 2024 ജൂൺ മുതൽ 2025 മെയ് വരെ 109 ക്രയ സർട്ടിഫിക്കറ്റുകളാണ് അനുവദിച്ചത്. 2021 മെയ് മുതൽ 2024 മെയ് വരെ 457 ക്രയ സർട്ടിഫിക്കറ്റുകളും കൂടി ഈ മണ്ഡലത്തിൽ 566 പട്ടയങ്ങളാണ് ആകെ വിതരണം ചെയ്തത്. ഇതിൽ 5 നൂറ്റാണ്ടിലേറെയായി വാടാനപ്പള്ളി വില്ലേജിലെ രേഖകളില്ലാതെ ജീവിച്ചിരുന്ന 13 കുടുംബങ്ങൾക്കും പട്ടയം അനുവദിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് ആധികാരികമായ രേഖയില്ലാത്തതിനാൽ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ ഗുണഭോക്താക്കളാകാനോ ബാങ്ക് വായ്പ തുടങ്ങിയവ നേടാനോ ഈ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ബെന്നി ആന്റണി, AV വല്ലഭൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, കൊച്ചപ്പൻ വടക്കൻ, ദിൽന ധനേഷ്, MM റിജീന, ജിയോ ഫോക്സ്, മിനി ജയൻ, രേഖ സുനിൽ, സ്മിത അജയകുമാർ, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ KT ബാബു, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിയും തൃശൂർ ജില്ലാ പ്രഭാരി കൂടിയായ MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസനമില്ല എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. പഴയ കാലത്ത് കേന്ദ്രവും ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഇടതു മുന്നണിയും വലതു മുന്നണിയും അവരൊന്നിച്ചുമായിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം നടത്തി 11 വർഷക്കാലം പിന്നിടുകയാണ്. അപ്പോൾ 11 വർഷക്കാലം കൊണ്ട് ഭാരതത്തിലുണ്ടായിട്ടുള്ള വികസനം, ആ വികസനം ഭാരതത്തിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും എത്തുന്നു. കേരളത്തിൽ ഈ ഒരു വികസനം നടക്കുന്നില്ല എന്ന ഒരു സാമാന്യ ചർച്ച കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്.
അത് BJP-ക്കാരുടെ മാത്രമല്ല, BJP എതിർക്കുന്ന നമസ്കാരം, BJP എതിർക്കുന്ന CPM-ഓ കോൺഗ്രസോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലും ഈ ചർച്ച ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിലേക്ക് പുതുതായി വന്ന 7-ാം വാർഡ് AKG നിവാസികളും CPM പ്രവർത്തകരുമായ മടത്തിപ്പറമ്പിൽ അലക്സ്, ഭാര്യ സാന്ദ്ര, മണപ്പറമ്പിൽ ചന്ദ്രൻ മകൾ ശാരിക എന്നിവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീകുട്ടൻ, സജിനി മുരളി, ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, സുരേഷ് ഇയാനി, NS ഉണ്ണിമോൻ, AK ചന്ദ്രശേഖരൻ, ലാൽ ഊണുങ്ങൽ, ജോഷി ബ്ലാങ്ങാട്, PK ബേബി, അംബിക ടീച്ചർ, ഷാജി പുളിക്കൽ, അഭിഷേക്, സജിനി ദാസ്, ബൈജു കോറോത്ത്, ഷൈബു പുളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തെ ഷഷ്ഠി സമുചിതമായി ആചരിച്ചു. രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങളായ പഞ്ചാമൃതം, പാൽ, തേൻ, പനിനീർ, ഇളനീർ, ഭസ്മം, പഞ്ചഗവ്യം എന്നീ അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് അമ്മമാരുടെ ഭജന നടന്നു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതി മോൻ വാലത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, അനിൽ മാക്കോത്ത്, അജയൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. നമസ്കാരം ദേവദേവേശ, നമസ്കാരം ചിദാനന്ദേ, യേശുവാംബാം സമസ്താപരാധം തൊഴുന്നേ, മന്ത്രഹീനം യാഹീനം ഭക്തിഹീനം ഈശ്വര പൂജിതം ഭക്തിപൂജാം പുഷ്പാഞ്ജലിം സമർപ്പയാമി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെയും ചിൽഡ്രൻസ് പാർക്കിന്റെയും ഉദ്ഘാടനവും പൊതുപരീക്ഷകളിലും LSS, USS എന്നിവയിലെ വിജയികളെ അനുമോദിക്കുന്ന വിജയോത്സവവും നടത്തി. സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RA ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ചിൽഡ്രൻസ് പാർക്ക് സ്പോൺസർ ചെയ്ത മെഹ്റുനിസ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബാസിദ് ഫൗണ്ടേഷനും ഹാജിമോൻ ഇസ്മയിൽ ഫൗണ്ടേഷനും ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, ഹെഡ് മാസ്റ്റർ VM ഹനീഫ, ചിത്രകുമാർ, PK ഷെറീന, AA അബ്ദുൽ ജബ്ബാർ, VB അഹമ്മദ്, ഷൈന മുഹമ്മദ്, RK മുഹമ്മദ് അലി, മീര P മാത്യു, VR സ്മിത എന്നിവർ സംസാരിച്ചു. തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തുന്ന മനോഹരമായ വിധമായിട്ടാണ് നമ്മുടെ ക്രിയേറ്റീവ് കോർണർ മാറിയിട്ടുള്ളത്. അവിടെ കൃഷി പഠിക്കാൻ കഴിയും, പ്ലംബിംഗ് പഠിക്കാൻ കഴിയും, നമ്മുടെ ഫുഡ് ടെക്നോളജി പഠിക്കാൻ കഴിയും, പിന്നെ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ കഴിയും, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പഠിക്കാൻ കഴിയും. ഇതെല്ലാം അതിൻ്റെ തുടക്കം പഠിക്കാനും പിന്നീട് ഭാവിയിൽ നമുക്ക് അഭിരുചിയുള്ള ഈ മേഖലകളിൽ കൂടുതൽ സ്കില്ലുണ്ടാക്കുന്നതിന് തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളൊക്കെ തന്നെ അതിൻ്റെ ഉപരിപഠനം നടത്താനുമൊക്കെ കഴിയുന്ന ഒരു വലിയ സംരംഭമായിട്ടാണ് നമ്മുടെ ക്രിയേറ്റീവ് കോർണറുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. വാടാനപ്പള്ളി ഗണേശമംഗലം വെസ്റ്റ് സ്വാതന്ത്ര്യം സഹായ സമിതിക്ക് വേണ്ടി മുൻ MP TN പ്രതാപൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് നിർമ്മിച്ച സൂരത് കുമാർ മെമ്മോറിയൽ സ്വാതന്ത്ര്യം സാംസ്കാരിക നിലയം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ ശ്രമങ്ങൾ കേവലമായിട്ടുള്ള 1-2 വിഷയങ്ങളിലോ ഇടങ്ങളിലോ നാം ഉണ്ടാക്കേണ്ടതല്ലെന്നും ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമായി
മനുഷ്യത്വം എന്ന പദത്തിന് അർത്ഥമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാശയ ആവിഷ്കാരമായി സ്വാന്തനം എന്ന പദം നിങ്ങളുടെ ജീവിതത്തിനോടൊപ്പം അലിഞ്ഞു ചേരട്ടെ എന്ന് ആശംസിക്കാനാണ് എനിക്കിഷ്ടം. ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ അമ്മമാരെ കുറിച്ച് എപ്പോഴും ആകുലപ്പെടും നാം. കാരണം നമ്മുടെ അമ്മമാരുടെ ആകുലത മുഴുവൻ മക്കളെക്കുറിച്ചാണ്. മക്കളെക്കുറിച്ചിട്ടുള്ള ആകുലതയിൽ അധികവും നിറയുന്നത് മക്കൾ ആരായിരിക്കും എന്ന പേടിയാണ്. എഞ്ചിനീയർ ആകുമോ, ഡോക്ടറാകുമോ, ശാസ്ത്രജ്ഞനാകുമോ, പ്രൊഫസറാകുമോ, പണ്ഡിതനാകുമോ, IAS IPS കിട്ടുമോ, പോലീസോ ജഡ്ജിയോ ആകുമോ? ഓരോ വാർത്തകളും കിട്ടുമ്പോൾ നമ്മുടെ അമ്മമാർ, ഓരോ വ്യക്തികളെയും കാണുമ്പോൾ നമ്മുടെ അമ്മമാർ അറിയാതെ പ്രാർത്ഥിക്കും, ആഗ്രഹിക്കും, എൻ്റെ മകനും മകളും ഇതുപോലെ ആയിരുന്നെങ്കിൽ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും സവിനയം അഭ്യർത്ഥിക്കട്ടെ, അവർക്ക് എത്തിച്ചേരാനുള്ള എല്ലാ പടവുകളും ലോകത്തിൻ്റെ മുമ്പിൽ വിശാലമായി കിടക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഒറ്റ പ്രാർത്ഥനയെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടൂ. എപ്പോഴും ലാഭനഷ്ടക്കണക്കിൻ്റെ ഭരണഗുണന പട്ടിക നീട്ടി കമ്പോളം നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മക്കൾ ആരാകും, നമ്മുടെ മക്കൾ ആരാകും എന്ന ചോദ്യം അപ്പോഴേ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. ഇനി മക്കൾ ആരാകുമെന്ന് കമ്പോളം ഒരുമിച്ച് നിന്ന് ചോദിച്ചാൽ ഒരു മടിയുമില്ലാതെ മറുപടി പറയാൻ നമുക്കാകണം. മക്കൾ ആരാകുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നമ്മുടെ മനസ്സിലുള്ളൂ. അത് ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന ഉത്തരമായിരിക്കണം. മനുഷ്യരായ മക്കളാണ് ഈ കാലത്തിന്റെ സമ്പത്ത് എന്ന് തിരിച്ചറിയുമ്പോൾ. താക്കോൽ ദാനകർമ്മം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി നിർവഹിച്ചു. സ്വാന്തനം സ്ഥാപക പ്രസിഡന്റായിരുന്ന സൂരത് കുമാറിന്റെയും മരണാന്തര സഹായ സമിതി സ്ഥാപക പ്രസിഡന്റ് രാമകൃഷ്ണൻ മഠത്തിന്റെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. കലാപ്രതിഭയായ അതീന്ദ്ര ഹെനോയ്, വിദ്യാർത്ഥി പ്രതിഭകളായ പ്രണവ് മാനങ്ങത്ത്, ജെയിൻ ശ്രീദേവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്വാന്തനത്തിന്റെ സ്വപ്ന പദ്ധതിയായ സമ്പൂർണ്ണ ആരോഗ്യഗ്രാമം പദ്ധതിയിലൂടെ മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യ ക്ലിനിക്കുകളും കൂടുതൽ സംഘടിപ്പിക്കാനും യോഗ ക്ലബ്, ജിംനേഷ്യം, നൃത്ത സംഗീത വിദ്യാലയം, തൊഴിൽ പരിശീലന കേന്ദ്രം, ലൈബ്രറി തുടങ്ങിയവ പ്രാവർത്തികമാക്കാൻ സാംസ്കാരിക നിലയം വഴിയൊരുക്കും. പ്രസിഡന്റ് രാജേന്ദ്രകുമാർ മാസ്റ്റർ, സെക്രട്ടറി പ്രദീപ് പണ്ടാരൻ, ട്രഷറർ അനിൽകുമാർ പണിക്കെട്ടി, രക്ഷാധികാരി പ്രേമൻ ചാണാശ്ശേരി, ജോയിന്റ് സെക്രട്ടറി CV സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, അഡ്വക്കേറ്റ് MA മുസ്തഫ, CB സുനിൽകുമാർ, മഞ്ജു പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പട്ടയമേളയിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. മണലൂർ നിയോജകമണ്ഡലം പട്ടയമേളയിൽ ക്ഷണിച്ചു വരുത്തി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. കോൺഗ്രസ് പ്രതിനിധി KS ദീപൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് പ്രതിനിധി AM സനൌഫൽ എന്നിവരാണ് പരിപാടി ബഹിഷ്കരിച്ചത്. നിശ്ചയിച്ചിരുന്ന 2 മണിക്ക് തന്നെ വാടാനപ്പള്ളി EMS ഹാളിൽ എത്തിയിരുന്നെങ്കിലും 3:30 ആരംഭിച്ച പരിപാടിയിൽ ഇടതുപക്ഷത്തിനും BJPക്കും മാത്രമേ ഇരിപ്പിടം നൽകിയുള്ളൂ. BJPയെ പ്രീതിപ്പെടുത്താനാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ UDFനെ പരിപാടിയിൽ ഇരിപ്പിടം നൽകാതെ മാറ്റി നിർത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളെ സർക്കാർ പരിപാടികൾക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നാണ് ചട്ടം. രേഖകൾ ഇല്ലാതിരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതിനെ UDF സ്വാഗതം ചെയ്തു. കാണഭൂമി ജന്മമാക്കാൻ അപേക്ഷിച്ചിരുന്ന 100ഓളം കുടുംബങ്ങളെ കൂടി ഈ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് അധികൃതർ ചെയ്തതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. DCC സെക്രട്ടറി CM നൌഷാദ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ,
കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പ്രതിനിധികൾക്ക് മാത്രമാണ് വേദിയിൽ ഇരിപ്പിടം നൽകിയത്. സർക്കാർ പരിപാടികൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളെ വിളിക്കേണ്ടതില്ല എന്നാണ് ചട്ടം. അതനുസരിച്ചാണ് നേരത്തെ നടന്ന രജിസ്ട്രാർ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് BJP പ്രതിനിധിയെ ക്ഷണിക്കാതിരുന്നത്. ഇപ്പോൾ ഈ പരിപാടിയിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ UDF പ്രതിനിധികളെ വിളിച്ചു വരുത്തി അപമാനിച്ചത് BJPയെ പ്രീതിപ്പെടുത്താനാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ഏത് ചട്ടം മറികടന്നിട്ടാണ്, ഭേദഗതി ചെയ്തിട്ടാണ് രജിസ്ട്രാർ ഓഫീസ് പരിപാടിക്ക് വിളിക്കാതിരുന്ന BJPയെ ഈ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തി വേദിയിലിരുത്തിയത് എന്ന് അധികൃതർ വ്യക്തമാക്കണം. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഈ പരിപാടി നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട തഹസിൽദാർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നാളുകളിൽ വാടാനപ്പള്ളിയിൽ ആരംഭം കുറിക്കുന്ന BJP CPM ധാരയുടെ തുടക്കമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ഈ പരിപാടി പുറത്തു വച്ച് വലിയ പന്തലിട്ട് സ്റ്റേജ് അടിച്ച് നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത പരിപാടിക്ക് ആവശ്യമായ പന്തലും സൗകര്യമൊരുക്കിയെങ്കിൽ ആൾ കുറയും എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് ഒരു സുപ്രഭാതത്തിൽ 100 താഴെ ആളുകൾ മാത്രം ഇരിക്കാൻ കഴിയുന്ന വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിലേക്ക് ഈ പരിപാടി മാറ്റി ഒരു മന്ത്രിയുടെ പരിപാടി, ഒരു പാർട്ടി പരിപാടിയാക്കി, ഏറ്റവും ചുരുങ്ങിയ പരിപാടിയാക്കി മാറ്റിയതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭാഗമായി ഭൂമികയ്ക്ക് ഒരു തൈ എന്ന പ്രോഗ്രാമിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. സാമൂഹ്യ പ്രവർത്തകനായ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജാബിർ തൃത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ പ്രധാനാധ്യാപിക നിഷ ടീച്ചർക്ക് കൈമാറി. അധ്യാപകരായ കനക, സഗീർ, ധന്യ, മനിഷ, ജിഷ, സിനി, ഷിജിത തുടങ്ങിയവർ ചേർന്ന് ഫലവൃക്ഷ തൈകൾ ഏറ്റുവാങ്ങി. വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ജാബിറിന്റെ ഓട്ടോറിക്ഷ ബുധനാഴ്ച സർവീസ് നടത്തിയത് മഞ്ജു ചികിത്സാ സഹായത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിലേക്ക്. വാടാനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ 4 പെൺമക്കളിൽ മൂത്തമകൾ 27 വയസ്സുള്ള മഞ്ജു 2 കിഡ്നികളും തകരാറിലായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുകയാണ്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവെക്കുന്നത്. എന്നാൽ 2 പേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഏകദേശം 25 ലക്ഷം രൂപ ചെലവ് വരും. ഇതിലേക്കാണ് ജീവിത കഷ്ടപ്പാടുകൾക്കിടയിലും ശസ്ത്രക്രിയയ്ക്കായി ഒരു ദിവസത്തെ ഓട്ടോറിക്ഷയുടെ വരുമാനം മുഴുവൻ ചികിത്സാ ചിലവിലേക്ക് നൽകുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ ജാബിറിന് ആദ്യ സംഭാവന നൽകി റിസ്ക് ഹംസ ഉദ്ഘാടനം ചെയ്തു. സഹചാരി സെന്റർ പ്രവർത്തകരായ മുഹമ്മദ് സാബിർ, പ്രതാപൻ വാലത്ത്, VB സതീഷ്, ഗോപൻ കരിപ്പാടത്ത്, മധു കരിപ്പാടത്ത്, നൌഷാദ് എന്നിവർ പങ്കെടുത്തു. സുമനസ്സുകൾക്ക് ഈ കുടുംബത്തിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം നൽകാവുന്നതാണ്. നമ്മുടെ വാടാനപ്പള്ളി കുഞ്ഞുമോൻ ചേട്ടൻ്റെ മോള് 2 കിഡ്നി പോയിട്ട് 27 വയസ്സായ പെൺകുട്ടിയാണ്. അപ്പോൾ കിഡ്നി മാറ്റി വെക്കലിൻ്റെ സർജറിക്കായിട്ട് നല്ല ഭീമമായ തുക വരികയാണ്. അപ്പോൾ നമുക്കത് ഇതുവരെയും ആ പൈസ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ നമുക്കിനി ചലഞ്ചുകളിലൂടെയാണ് നമുക്കവിടെ എത്താൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചലഞ്ചിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് തൃത്തല്ലൂർത്ത് ഓട്ടോ ഡ്രൈവറായ ഒരുപാട് ജീവകാര്യപ്രവർത്തനം ചെയ്യുന്ന ജാബിർ അതിൽ നിന്ന് നേതൃത്വം വഹിക്കുകയാണ്. അപ്പോൾ അവർ ഇന്നത്തെ ഈ ഓട്ടം അവൻ്റെ കിട്ടുന്ന വരുമാനം, തുച്ഛമായ വരുമാനം എത്ര തന്നെ ആയാലും ആ കുടുംബത്തിന് കൈമാറാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചലഞ്ചുകളുമായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് വന്നാൽ മാത്രമാണ് ഈ കാര്യം പൂർണ്ണമായ രീതിയിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ക്ലബ്ബുകളോ സംഘടനകളോ രാഷ്ട്രീയപരമായിട്ട് എന്ത് രീതിയിലായാലും ഇതിൻ്റെ രീതിയിൽ എന്തെങ്കിലും ചലഞ്ചുകളൊക്കെ മാറ്റി മുന്നോട്ട് വരിക, എത്രയും പെട്ടെന്ന് ഫണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ കീഴിൽ തളിക്കുളം GVHSS സ്കൂളിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് +1, +2 വിഭാഗത്തിൽ 103 പേർ പരീക്ഷ എഴുതി. ഏറ്റവും മുതിർന്ന പഠിതാവായ 65 വയസ്സുള്ള വേലായുധൻ മയൂർ, സുന്ദരി ചന്ദ്രൻ എന്നിവർ ഇനിയും തുടർന്ന് പഠിക്കാനുള്ള സ്ഥിരോത്സാഹത്തിലാണെന്ന് തളിക്കുളം ഹയർ സെക്കൻഡറി കോർഡിനേറ്ററും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രേരകുമായ സിന്ധു AS പറഞ്ഞു. വീട്ടമ്മമാരും ആശാവർക്കർമാരും ഓട്ടോ ഡ്രൈവർമാരും അംഗൻവാടി ഹെൽപ്പർമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഈ കൂട്ടത്തിലുണ്ട്.
പഠിക്കാനുള്ള മോഹം മനസ്സിലുണ്ടെങ്കിൽ പ്രായം ഒരു വിഷയമല്ലെന്നും എല്ലാ വിഷയത്തിലും ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും വേലായുധൻ മയൂർ പറഞ്ഞു. ഞാനിവിടെ 9ാം ക്ലാസ് പോലെ പഠിക്കാൻ വന്നതാണ്. 9ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതാണ് കേട്ടോ. അതിനുശേഷമാണ് ഇപ്പോൾ സാക്ഷരതാ മിഷൻ്റെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നുള്ളത് അറിഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിവിടെ ക്ലാസ്സിന് വന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ പഠിതാവാണ്. അപ്പോൾ വളരെ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ആയതിൻ്റെ പേരിൽ 10ാം ക്ലാസ്സും പാസ്സായി. പിന്നെ പ്ലസ് 1 കഴിഞ്ഞു. പ്ലസ് 2ൻ്റെ പരീക്ഷ ഫൈനലായി. സൂപ്പറായിരുന്നു. 66 വയസ്സിന് ഉള്ളിൽ ആണ് ഈ പരീക്ഷ എഴുതാൻ പറ്റിയത്. ഞങ്ങളുടെ എല്ലാം മോട്ടിവേഷനാണ് ചേച്ചി. പിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർന്നു. ഇവിടെ വന്ന് തലക്കുള്ള സ്കൂളിൽ വന്ന് പഠിച്ചതിൽ വളരെ സന്തോഷം. എന്നെ പോലെ എല്ലാവരും ആവണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജനങ്ങളുടെ ചികിത്സ ഉറപ്പുവരുത്തുക, ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക, അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുക, ജനങ്ങളുടെ ആരോഗ്യം പന്താടുന്ന പഞ്ചായത്തിൻ്റെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു അസുഖം വന്നാൽ ആശുപത്രിയിലേക്കൊന്ന് പോയാൽ OP ടിക്കറ്റ് ഒന്ന് കിട്ടാൻ, ഡോക്ടറെ ഒന്ന് കാണാൻ, പരിശോധനയൊന്ന് ലഭ്യമാകാൻ, മരുന്നൊന്ന് കിട്ടാൻ, മുറിവൊന്ന് കെട്ടാൻ, ലാബിൽ ഒരു ടെസ്റ്റ് നടത്താൻ പലപ്പോഴും മണിക്കൂറുകളോളം, പലപ്പോഴും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട, പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞ കട്ട വെയിറ്റിംഗ് ആണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ നേരിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ കടുത്ത ജാഗ്രത, നിതാന്തമായ ജാഗ്രത, അടിയന്തരമായി ചെലുത്തേണ്ട ശ്രദ്ധ, ഒരു നോട്ടമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഒരു ജാഗ്രതയുമില്ല, ഒരു ശ്രദ്ധയുമില്ല, ഒരു നോട്ടവുമില്ല. എന്തിന് ഒരു ഉത്തരവാദിത്തം പോലും കാണിക്കാൻ ഈ പഞ്ചായത്ത് തയ്യാറാണ്. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് KA കബീർ, മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, UDF നേതാക്കളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, ജീജ ശിവൻ, TV ഷൈൻ, CS മണികണ്ഠൻ, PH മുഹമ്മദ്, CA ഇബ്രാഹിം, PC മണികണ്ഠൻ, PK നന്ദനൻ, KR ദാസൻ, റസീന ഖാലിദ്, മധു അന്തിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ
0487-2399-997. Mobile 9846-125-283. 9846-125-284. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ന്യൂനപക്ഷ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കായാണ് പാസ്വേഡ് 2025-26 എന്ന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ CCMY പ്രിൻസിപ്പാൾ KK സുലൈഖ, നാട്ടിക GFSS പ്രിൻസിപ്പാൾ ഷജറത്ത്, PTA പ്രസിഡന്റ് UK ഗോപാലൻ, ക്യാമ്പ് കോർഡിനേറ്റർ NF ബിജി തുടങ്ങിയവർ സംസാരിച്ചു. MB മുഹമ്മദ് റാഫി, ഡോക്ടർ KMH ഇക്ബാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. മറിയത്തിനെ കല്ലെറിയാണ് ആളുകൾ മുഴുവൻ ഓടിക്കൂടിയപ്പോൾ ക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയുക. ആരുണ്ടായിരുന്നു? എല്ലാവരും കയ്യിൽ കിട്ടാറ്. അപ്പോൾ ക്രിസ്തുവിനോട് മറിയം ചോദിക്കുന്നു, അങ്ങെന്താണ് കല്ലെറിയാത്തത്? അങ്ങൊരു പാപം ചെയ്തിട്ട് ഈ ഒരു അമ്മയാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ അച്ചടക്കത്തോടു കൂടി വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ ഇത് കേൾക്കാൻ അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഓരോ കുട്ടികളും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. നിങ്ങൾ IAS IPS എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന സമ്മാനമായിരിക്കും അതെന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു. കാലങ്ങളായി ഭരണകൂടങ്ങൾ തുടരുന്ന വഞ്ചനയ്ക്കും വിവേചനത്തിനുമെതിരെ അഖില കേരള ധീവരസഭ തൃശൂർ ജില്ലാ കമ്മിറ്റി തൃപ്പയാർ മത്സ്യബെഡ് ഓഫീസിലേക്ക് ധർണ നടത്തി. ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ധീവര സമുദായക്കാർ രാത്രിയുടെ 3-ാം യാമത്തിൽ കടൽ തീരത്ത് ചെന്ന് ഉദയസൂര്യന്റെ വെളിച്ചവും കടൽ തീരത്തിൽ നിന്ന് കാണുന്ന തിരമാലകളുടെ ശക്തിയും മനസ്സിലാക്കി സമുദ്രത്തിലേക്ക് തങ്ങളുടെ യാനങ്ങളുമായി പോയി മത്സ്യബന്ധനം നടത്തി 3 മണി 4 മണിക്ക് വൈകുന്നേരം 3 മണി 4 മണിക്ക് തീരമടയുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ അടപ്പ് പുകഞ്ഞിരുന്നത്, അവരുടെ കുടുംബങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വക കിട്ടിയിരുന്നത് ഈ സമുദ്രത്തിലെ തിരമാലകളെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് ആ ആഴക്കടലിലേക്ക് എടുത്തു ചാടി യാതൊരു സംവിധാനങ്ങളുമില്ലാതെ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാതെ ജീവൻ ആത്മസമർപ്പണം ചെയ്ത് ഈ രാജ്യത്തെ തൊഴിൽ മേഖലയെ വർദ്ധിപ്പിച്ച് ആ തൊഴിൽ മേഖലയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ്. ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, മണി കാവുങ്ങൽ, വേണു വെണ്ണറ, ജോഷി ബ്ലാങ്ങാട്ട്, KV റോഷ്നി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിനും ധർണയ്ക്കും ജില്ലാ ട്രഷറർ AK വെങ്കിടേശ്വരൻ, UM സുബ്രഹ്മണ്യൻ, UA ഉണ്ണികൃഷ്ണൻ, KM പുഷ്കരൻ, UV മണികണ്ഠൻ, ദിവാകരൻ കുറുപ്പത്ത്, KK ജയൻ, ഷീല ശാന്തകുമാർ, മണി ഉല്ലാസ്, KR ബേബി, NR പ്രകാശൻ, ബാബു കുന്നുങ്ങൽ, CS ചന്ദ്രശേഖരൻ, സജിത സുഭാഷ്, ഉഷ സുകുമാരൻ, KS സജിത ടീച്ചർ, KR ദാസൻ, സജിത അമ്പാടി, സനോജ് KS, സന്ദീപ് CK എന്നിവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് SH ഓഫ് മേരി CLP സ്കൂളിൽ പോഷൻ പക്വാടയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവ്സി കുട്ടികൾക്ക് പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. OSA പ്രസിഡന്റ് ഷാലി വർഗീസ്, PTA പ്രസിഡന്റ് ടിൻഡോ മാങ്ങൻ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജാസ്മിൻ CMC, SSG അംഗം ഷൈൻ തോമസ് എന്നിവർ സംസാരിച്ചു. കേരളത്തെ ഞെട്ടിച്ച പ്രകൃതി ദുരന്തം വയനാട്ടിൽ ഉണ്ടായതിന്റെ 1ാം വാർഷിക ദിനത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ നേർന്ന് പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. 1 വർഷം പിന്നിടുമ്പോൾ ദുരിതബാധിതർക്കുള്ള പുനരധിവാസം വേഗത്തിലാക്കണമെന്ന് സൊസൈറ്റി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ചെമ്മാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് ആൻഡോ തൊറയൻ, സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മങ്ങണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓരോ
എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു, നമ്മുടെ ഈ കളക്ഷൻ സെൻ്ററുകളൊക്കെ തന്നെ. അപ്പോൾ അത്തരണത്തിൽ ഒരുപാട് വീടുകൾ നമുക്കറിയാം, ഒട്ടനവധി ആളുകൾ വീടുകൾ നഷ്ടപ്പെടുകയും ജീവിതം നഷ്ടപ്പെടുകയും തൊട്ട് ഇപ്പോൾ അപകടത്തിൽ പെടാത്തവർക്ക് തന്നെ സ്വന്തമായി അപ്പുറത്ത് ഒലിച്ചു പോയിട്ടുള്ള ഭാഗത്ത് ജോലിയില്ലാത്ത രീതിയിലേക്ക് അങ്ങനെയൊക്കെ നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ മാറാൻ നമുക്ക് സർവേശ്വരോട് പ്രാർത്ഥിക്കാം ഈ സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം. ഇതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും കറക്റ്റായി നടക്കാനായിട്ട് അതിന് വേണ്ട നേതൃത്വം കൊടുക്കാൻ ഭരണാധികാരികളിലേക്കുള്ള അറിയിപ്പും ആയിട്ട് ഇത് മാറട്ടെ. ലയൺസ് ക്ലബ് വലപ്പാട് എക്സലിൻ്റെ 2025-26 വർഷ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷനും നടന്നു. വലപ്പാട് പൈനൂരിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സുഷമ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സുഗുണൻ കൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു. സുഗുണൻ കൊട്ടേക്കാട്ട് പ്രസിഡന്റായും സുരേഷ് പട്ടാലി സെക്രട്ടറിയായും അജിത് കുമാർ വേളയിൽ ട്രഷററായും വീണ്ടും ചുമതലയേറ്റു. ക്ലബ് സെക്രട്ടറി സുരേഷ് പട്ടാലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി സുഷമ നന്ദകുമാർ സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം നടത്തി. റീജിയൻ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ, RIM സക്കറിയ, അജിത് കുമാർ വേളയിൽ എന്നിവർ സംസാരിച്ചു. വലപ്പാട് എക്സൽ ക്ലബിൻ്റെ നമുക്കറിയാം, ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വരുന്ന ഒരു ചടങ്ങ്. പക്ഷേ നമ്മൾ ലയൺസുകാർ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കരുതുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ ഓർലാൻഡോയിൽ വെച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിട്ട് ഇന്ത്യക്കാരനായ ലയൺ AP സിംഗ് അധികാരമേറ്റ് കഴിഞ്ഞു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും കൺവെൻഷൻ നടത്തുന്നത്, ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടത്തുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് നമുക്ക് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ലയൺ എഞ്ചിനീയർ T. ജയകൃഷ്ണൻ. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA-യും SMC-യും സംയുക്തമായി വിജയദിനം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ PTA കമ്മിറ്റിയിലേക്കൊന്ന് വരാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇതേപോലെ ഈ വേദിയിൽ ഇരുന്നിട്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ PTA കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പാഠ്യവിഷയങ്ങളിൽ സർക്കാർ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളിൻ്റെ PTA കമ്മിറ്റിയിലേക്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ആ ദൗത്യം ഏറ്റെടുക്കാൻ സധൈര്യം നിങ്ങൾക്ക് മുന്നോട്ട് വരാമെന്ന് ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ടീം നല്ലൊരു ടീമായി ഞാനിപ്പോൾ ഈ 5 വർഷം എത്താൻ പോവുകയാണ്. നല്ലൊരു ടീം വർക്ക് എന്ന രീതിയിൽ ഓരോ വർഷവും വരുന്ന PTA പ്രസിഡന്റുമാർ ആ രീതിയിൽ തന്നെയാണ്. അസീസ്ക അടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ SMC-യും PTA കമ്മിറ്റിയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ്. PTA പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ DYSP VK രാജു മുഖ്യ അതിഥിയായിരുന്നു. 1925 കാലഘട്ടം നമുക്കറിയാം. അന്നത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾ സമരം ചെയ്ത് നേടിയെടുത്ത ഒരവകാശം ഇന്ന് നിങ്ങളുടെ കയ്യിൽ വളരെ ഈസിയായിട്ട് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഉരുട്ടമ്പലം സ്കൂളിലുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും. മഹാത്മാ അയ്യങ്കാളി പഞ്ചമി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബാലികയെ പഠിക്കാൻ വേണ്ടി ആ സ്കൂളിൽ എത്തിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആ കാട്ടാളക്കൂട്ടം ആ സ്കൂള് തന്നെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഒരു പിന്നോക്കക്കാരി പഠിക്കാൻ വന്ന സ്കൂളിന് നാളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് കത്തിച്ചു കളഞ്ഞ ഒരു നാടാണ് ഈ കേരളം. ഇന്ന് ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളം രൂപീകൃതമായതിനു ശേഷം ഇന്ന് ഈ കേരളത്തിൽ പിറന്നു വീഴുന്ന ഏതൊരു കുട്ടിക്കും പ്രാഥമിക വിദ്യാഭ്യാസം നേടാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും കഴിയുന്ന തരത്തിൽ നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്.
കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും കാനാടിക്കാവ് പ്രതിഭാ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, PTA വൈസ് പ്രസിഡന്റ് സജ്ജന അബ്ദുൾ റഹ്മാൻ, KM മോഹനൻ, OSI പ്രസിഡന്റ് TR പ്രകാശൻ, MPTA പ്രസിഡന്റ് അഞ്ജു ജിമേഷ്, HMOV മിനി, പ്രിൻസിപ്പാൾ സീന ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി AP ജെയ്സൺ എന്നിവർ സംസാരിച്ചു. കാലിന് പരിക്കേറ്റ് അന്തിക്കാട്ടെ വീട്ടിൽ വിശ്രമിക്കുന്ന നാട്ടിക MLA CC മുകുന്ദനെ വാടാനപ്പള്ളിയിലെ ചുമട്ടുതൊഴിലാളികൾ സന്ദർശിച്ചു. CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും AITUC സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഷ്റഫ് വലിയകത്ത്, AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PK പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘമാണ് MLAയെ സന്ദർശിച്ചത്. മികച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ EB ഷൈജ എന്നിവർ ചേർന്ന് DGP രവാഡ A ചന്ദ്രശേഖറിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ വർഷം മെഗാ രക്തദാന ക്യാമ്പ് ഉൾപ്പെടെ നിരവധി ക്യാമ്പുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NSS യൂണിറ്റിന് 2ാം സ്ഥാനം ലഭിച്ചത്. രക്ത ക്യാമ്പ് കൂടാതെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും NSS യൂണിറ്റ് നടത്തിവരുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി K രാജൻ. വാടാനപ്പള്ളിയിൽ നടന്ന പട്ടയമേളയിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ആരോഗ്യം പന്താടുന്ന പഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.